വെൽക്കം ബാക്ക് ടു ലിറ്റ്ല യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് എന്ന ചാപ്റ്ററാണ്. ദ സ്റ്റുഡൻസ് ഓഫ് ടോമിയ സ്കൂൾ വർ വെരി ഹാപ്പി ബിക്കോസ് ദേ വർ ഗോയിങ് ഓൺ എ ട്രിപ്പ് ടു ടോയ്, എ പ്ലേസ് ഓൺ ദ ഇസു പെനിൻസുല. ടോമിയോ സ്കൂളിലെ കുട്ടികളെല്ലാം വളരെ ഹാപ്പിയാണ്. അവർ ഒരു ട്രിപ്പ് പോവുകയാണ്. ഇസു പെനിൻസുലയിലുള്ള ടോയ് എന്ന സ്ഥലത്തേക്കാണ് അവരുടെ ട്രിപ്പ്. ഇറ്റ് വാസ് എ 3-day 2-night ട്രിപ്പ് ടു സീ എ ഹോട്ട് സ്പ്രിംഗ് ദാറ്റ് കെയിം അപ്പ് ഇൻ ദ സീ. ട്രിപ്പ് ഒരു 3 ദിവസവും 3 നൈറ്റും ഉള്ളതാണ്. സീയിൽ രൂപപ്പെട്ടിട്ടുള്ള ഹോട്ട് സ്പ്രിംഗ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ പോകുന്നത്. ടോട്ടോ ചാൻസ് മദർ അലൗ ഹെർ ടു ജോയിൻ. ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടറാണ് ടോട്ടോ ചാൻ. അവളുടെ അമ്മ അവളെ ട്രിപ്പിന് അലൗ ചെയ്യുന്നുണ്ട്. ഓൾ ദ ചിൽഡ്രൻ ട്രാവൽ ടുഗെദർ ബൈ ട്രെയിൻ ആൻഡ് ദെൻ ബൈ ഷിപ്പ്. ഈ കുട്ടികളുടെ യാത്ര ആദ്യം ട്രെയിനിലും പിന്നെ ഷിപ്പിലായിരുന്നു. ദേ ബിഹേവ് വെൽ ആൻഡ് എൻജോയ് ദ ജേർണി. അവർ വളരെ നല്ല രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യുന്നുണ്ട്. അവർ ട്രിപ്പും എൻജോയ് ചെയ്യുന്നു. The journey itself was an adventure. The children first traveled by train from their town and then by ship across the sea. കുട്ടികളെ സംബന്ധിച്ച് ഇതൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. ആദ്യം അവർ അവരുടെ ടൗണിൽ നിന്ന് ട്രെയിനിലും ശേഷം കടലിലൂടെ അവർ ഷിപ്പിലാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. The sea was rough but the children remained cheerful. കടൽ അത്ര ശാന്തമൊന്നായിരുന്നില്ല, പക്ഷേ കുട്ടികളൊന്നും പേടിക്കാതെ നല്ല ചെയർഫുള്ളായിട്ട് തന്നെ യാത്ര ചെയ്തു. They behaved well and helped each other during the long journey. Everyone was excited to finally reach Toy. കുട്ടികൾ നല്ല രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യുകയും പരസ്പരം സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു ടോയിലെത്താൻ വേണ്ടിയിട്ട്. അവർ നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഹോട്ട് സ്പ്രിംഗ് കാണാനൊക്കെ. ഫൈനലി അവർ ടോയിലെത്തി. When they reached the hot spring, the children were amazed. If they squatted down in one place, the water was hot like a bath. But if they moved a little distance, the water became cool like the sea. കടലിലുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ബാക്കി ഭാഗങ്ങളൊക്കെ തണുപ്പായിരിക്കും, പക്ഷേ ഈ ഹോട്ട് സ്പ്രിങ്ങിന് ഈ ചെറിയൊരു ഭാഗം മാത്രം ഹോട്ടായിരിക്കും. ഇതിനെയാണ് ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്നത്. അതായത് കടലിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ തണുപ്പായിരിക്കും, പക്ഷേ ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ഭാഗത്ത് ചൂടായിരിക്കും. ഇത് കുട്ടികളെ നല്ല എക്സൈറ്റഡ് ആക്കുന്നുണ്ട്. The children enjoy bathing, swimming and playing in the water. They love, splash and feel the joy of nature all around them. ഈ കുട്ടികൾ ആ വെള്ളത്തിൽ കുളിക്കുകയും സ്വിം ചെയ്യുകയും ആൻഡ് വാട്ടർ വെച്ച് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുമിച്ച് ചിരിക്കുന്നു, വെള്ളം തിളപ്പിക്കുന്നു, അങ്ങനെ അവർക്ക് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. അറ്റ് നൈറ്റ് ദ ചിൽഡ്രൻ റെസ്റ്റ് അണ്ടർ thick quilts. They told each other ghost stories before sleeping. Some of the younger ones were frightened, but they still enjoyed listening, and the stories made the night lively and fun. രാത്രി സമയങ്ങളിൽ അവർ ഒരുപാട് ഗോസ്റ്റ് സ്റ്റോറീസ് പറയുന്നുണ്ട്. ചെറിയ കുട്ടികളൊക്കെ പേടിച്ച് കരയുന്നുണ്ട്. എന്നാലും അവരതിൻ്റെ ബാക്കി അറിയാൻ വേണ്ടിയിട്ട് നല്ല ഇൻട്രസ്റ്റഡ് ആണ്. അവരും അത് കേട്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് അവർ നൈറ്റ് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഓൺ ദ ലാസ്റ്റ് ഡേ ഓൾ ദ ചിൽഡ്രൻ ഗാദർ നിയർ ദ സീ ടു ടേക്ക് എ ഗ്രൂപ്പ് ഫോട്ടോഗ്രാഫ്. അവരുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ദിവസം എല്ലാ കുട്ടികളും ഫോട്ടോ എടുക്കാൻ വേണ്ടി കടലിൻ്റെ അടുത്ത് ചേർന്നിട്ടുണ്ട്. ഈച്ച് ചൈൽഡ് പോസ്റ്റ് ഇൻ ഹിസ് ഓർ ഹെർ ഓൺ വേ. ഓരോ കുട്ടികളും അവരുടേതായ രീതിയിലാണ് പോസ് ചെയ്യുന്നത്. That picture became a very precious memory, reminding them of the journey, the hot spring, the ghost stories and the laughter they shared. ഈ പിക്ചർ അവർക്കൊരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു മെമ്മറിയാണ്. അവർ ഈ ജേർണിനെ പറ്റിയിട്ടും ഹോട്ട് സ്പ്രിങ്ങിനെ പറ്റിയിട്ടും അവർ പറഞ്ഞിട്ടുള്ള നൈറ്റ് പറഞ്ഞിട്ടുള്ള ഗോസ്റ്റ് സ്റ്റോറിനെ പറ്റിയിട്ടും എല്ലാം നല്ലൊരു ഓർമ്മയായിട്ട് ഈ പിക്ചർ നിലനിൽക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഷോർട്ട് സമ്മറിയിൽ പറയാനുള്ളത്. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.